മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് രണ്ട് സഹോദരന്മാർ. ഈ കഥ എഴുതിയിരിക്കുന്നത് മിസ്സിസ് ഗാസ്കൽ. എൻ്റെ അമ്മ 2 തവണ വിവാഹിതയായിട്ടുണ്ട്. ആദ്യ ഭർത്താവിനെക്കുറിച്ച് അവർ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തെ വിവാഹം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് കഷ്ടിച്ച് 17 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് 21. അംബർലാൻഡിൽ കടൽ തീരത്ത് അദ്ദേഹം ചെറിയൊരു കൃഷിക്കളം പാട്ടത്തിനെടുത്തിരുന്നു. പക്ഷേ കൃഷിയും കന്നുകാലികളെയും നോക്കി നടത്താൻ കഴിയാത്ത അത്ര ചെറുപ്പമായിരുന്നു അദ്ദേഹം. അനുഭവ സമ്പത്തും കുറവായിരുന്നു. എന്തുതന്നെയായാലും കാര്യങ്ങൾ മെച്ചപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം രോഗബാധിതനാവുകയും ചെയ്തു. വിവാഹിതനായി 3 വർഷം കഴിയും മുമ്പേ അദ്ദേഹം ക്ഷയരോഗം മൂർച്ഛിച്ച് മരണമടഞ്ഞു. കഷ്ടിച്ച് നടക്കാറായൊരു കുട്ടിയും പാട്ടപ്രമാണമനുസരിച്ച് 4 വർഷത്തിലധികം നോക്കി നടത്തേണ്ട കൃഷിക്കളവും മാത്രം സ്വത്തായുള്ള 20കാരി വിധവയാക്കി അദ്ദേഹം അമ്മയെ എന്നേക്കുമായി പിരിഞ്ഞുപോയി. കൃഷിക്കളത്തിലെ പകുതി കന്നുകാലികളും ചത്തുപോവുകയോ കൂടുതൽ അലോസരപ്പെടുത്തുന്ന കടങ്ങൾ ഒടുക്കാൻ ഓരോന്നായി വിറ്റൊഴിയുകയോ ചെയ്തിരുന്നു. കൂടുതൽ കന്നുകാലികളെ വാങ്ങാനുള്ള പണം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ദൈനംദിന സാധനങ്ങൾ വാങ്ങാൻ പോലും അവർ ക്ലേശിച്ചു. അമ്മയ്ക്ക് മറ്റൊരു കുഞ്ഞുകൂടി വരാൻ പോകുന്നുണ്ടായിരുന്നു. അതീവ ദുഃഖകരം എന്നായിരിക്കും അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. നാഴികകളോളം ഒറ്റയാൾ പോലുമില്ലാത്ത ആ സ്ഥലത്തെ ഏകാന്തമായ പാർപ്പിടത്തിൽ ഇരുണ്ടൊരു മഞ്ഞുകാലം അവർ അനുഭവിച്ച് തീർത്തിട്ടുണ്ടാകും. അമ്മയുടെ സഹോദരി താമസിയാതെ അവർക്ക് കൂട്ടിനായെത്തി. കൈവശമുള്ള ഓരോ പെണ്ണിയും ആകുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ അവർ ഒരുമിച്ച് ആസൂത്രണം ചെയ്യുകയും ആലോചിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എൻ്റെ സഹോദരി. അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് നിങ്ങളോട് പറയാനാകില്ല. അവർ രോഗബാധിതയാവുകയും മരിക്കുകയും ചെയ്തു. എൻ്റെ അമ്മയുടെ ദുരിതങ്ങളുടെ കോപ്പ ഇനിയും നിറഞ്ഞിട്ടില്ലെന്നതുപോലെ ഗ്രിഗറി ജനിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് അവൾക്ക് വിഷജ്വരം പിടിപെടുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ മരിച്ചു പോവുകയും ചെയ്തു. അവസാനത്തെ ആഘാതം അമ്മയെ തളർത്തിക്കളഞ്ഞെന്ന് ഞാൻ കരുതുന്നു. അമ്മ കരഞ്ഞതേയില്ലെന്ന് എൻ്റെ അമ്മായി പറഞ്ഞിട്ടുണ്ട്. അമ്മ അല്പം കരഞ്ഞിരുന്നെങ്കിൽ ഫാനി അമ്മായിക്ക് സമാധാനമായേനെ. പക്ഷേ അവർ കൊച്ചു പെൺകുട്ടിയുടെ കൈ പിടിച്ച് അവളുടെ സുന്ദരവും വിളറിയതും മൃദുവുമായ മുഖത്തേക്ക് ഉറ്റുനോക്കി ഒരൊറ്റ തുള്ളി കണ്ണീര് പോലും പൊഴിക്കാതെ അങ്ങനെ തന്നെ ഇരുന്നു. അവളെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴും അതങ്ങനെ തന്നെയായിരുന്നു. അമ്മ കുട്ടിയെ വെറുതെ ചുംബിക്കുകയും ആ വിലാപയാത്ര തലേന്ന് രാത്രി നേർത്ത പെയ്ത മഞ്ഞിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്നത് ജാലകത്തിനരികിലിരുന്ന് നോക്കുകയും ചെയ്തു. അയൽക്കാർ, എൻ്റെ അമ്മായി, ദൂരെയുള്ളൊരു ബന്ധു, അത്രയും മാത്രമായിരുന്നു അവർക്ക് വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞ സുഹൃത്തുക്കൾ. ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അമ്മായി തിരിച്ചു വന്നപ്പോഴും അമ്മ ഉണങ്ങി വരേണ്ട കണ്ണുകളോടെ അതേ ഇരിപ്പ് തന്നെ. ഗ്രിഗറി ജനിക്കുന്നതുവരെ അതങ്ങനെ തന്നെ തുടർന്നു. അവൻ്റെ വരവ് എങ്ങനെയോ അമ്മയുടെ കണ്ണുനീരിൻ്റെ കെട്ടഴിച്ചു വിട്ടു. അവർ രാവും പകലും കരഞ്ഞു. എൻ്റെ അമ്മായിയും ചുറ്റുമുള്ളവരും പരസ്പരം ഭയപ്പെട്ടു നോക്കി. അമ്മയുടെ കരച്ചിൽ നിർത്തുന്നത് എങ്ങനെയെന്ന് അറിയാമായിരുന്നെങ്കിൽ നിശ്ചയമായും അവരതിന് ശ്രമിക്കുമായിരുന്നു. പക്ഷേ തന്നെ തനിച്ചു വിടാൻ അമ്മ അവരോട് ആവശ്യപ്പെട്ടു. തൻ്റെ അവസ്ഥയിൽ അമിത ഉത്കണ്ഠ കാണിക്കേണ്ടതില്ലെന്നും അമ്മ അമ്മായിയോട് പറഞ്ഞു. കരയാനുള്ള ശക്തി കിട്ടാത്തതിനാൽ ഭയങ്കരമായ അവസ്ഥയിലായിരുന്ന അമ്മയുടെ മസ്തിഷ്കത്തെ ഓരോ കണ്ണുനീർ തുള്ളിയും ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവർ പുതിയ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുപോലെ തോന്നി. തൻ്റെ ഭർത്താവിനെയോ പള്ളിയിലെ കുഴിമാടത്തിൽ മരിച്ചു കിടക്കുന്ന കുഞ്ഞുമകളെയോ അമ്മ ഓർക്കുന്നതായേ തോന്നിയില്ലെന്ന് ഫാനിയമ്മായി പറഞ്ഞു. അമ്മായി വലിയ വർത്തമാനക്കാരിയായിരുന്നു. എൻ്റെ അമ്മയാകട്ടെ മിണ്ടാട്ടമില്ലാത്തവളും. അമ്മ ഭർത്താവിനെക്കുറിച്ചും കുഞ്ഞുമകളെക്കുറിച്ചും ഒന്നും സംസാരിക്കാത്തതുകൊണ്ട് അവരെ അമ്മ മറന്നുവെന്ന് ഫാനിയമ്മായി തെറ്റിദ്ധരിച്ചതാകും എന്നെനിക്ക് തോന്നുന്നു. അമ്മായിക്ക് അമ്മയേക്കാൾ പ്രായം കൂടുതലാണ്.
അവർ ഒരു കുട്ടിയെപ്പോലെ അമ്മയെ കൈകാര്യം ചെയ്യും. എന്തൊക്കെയായാലും അമ്മായി സ്വന്തം സൗഖ്യത്തേക്കാൾ സഹോദരിയെക്കുറിച്ച് ചിന്തിച്ച കരുണാമയിയും ദയാലുവുമായിരുന്നു. അമ്മായിയുടെ കയ്യിൽ അല്പം പണമുണ്ടായിരുന്നു. കൂടാതെ അവർ രണ്ടുപേരും ഗ്ലാസ്കോയിലെ തുന്നൽ കച്ചവടക്കാർക്ക് വേണ്ടി പണിയെടുക്കുകയും അല്പം പണം സമ്പാദിക്കുകയും ചെയ്തു. പക്ഷെ പതിയെ അമ്മയുടെ കാഴ്ചശക്തി മങ്ങാൻ തുടങ്ങി. എങ്കിലും വീട്ടിനകത്ത് നടക്കാനും വീട്ടുജോലികളിൽ ഏറിയ പങ്ക് ചെയ്യാനും അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് സൂക്ഷ്മമായി തുന്നൽ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാൻ കഴിയാതെയായി. ഏറെക്കാലം കഠിനമായി കരഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അന്നവർ തീരെ ചെറുപ്പമായിരുന്നുവല്ലോ. ചെറുപ്പകാലത്ത് ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ നാട്ടിൻ പുറത്തുള്ള മറ്റാരേക്കാളും കൂടുതൽ സുന്ദരിയായിരുന്നു. തൻ്റെയോ കുഞ്ഞിൻ്റെയോ പരിപാലനത്തിന് സ്വന്തമായി ഒന്നും തന്നെ സമ്പാദിക്കാനാകില്ലെന്ന യാഥാർത്ഥ്യം അമ്മയുടെ ഹൃദയത്തെ വല്ലാതെ സങ്കടപ്പെടുത്തി. വീടിൻ്റെ നടത്തിപ്പും ഗ്രിഗറിയെ വളർത്തലും ചെയ്യുന്നത് തന്നെ ധാരാളമാണെന്ന് ഫാനിയമ്മായി അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഏറ്റവും സാധാരണമായ ആഹാരം പോലും ഫാനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഗ്രിഗറിയാകട്ടെ വേണ്ടത്ര ആരോഗ്യവുമില്ല. കൂടുതൽ ആഹാരമായിരുന്നില്ല അവന് ആവശ്യം. അവനെപ്പോഴും മതിയാവണ്ണം ആഹാരം കിട്ടിയിരുന്നു. അവന് പോഷണം ആവശ്യമായിരുന്നു. അവൻ്റെ എല്ലുകളിൽ കൂടുതൽ മാംസം നിറയ്ക്കേണ്ടതുണ്ടായിരുന്നു. ഒരു ദിവസം സഹോദരിമാർ ഒരുമിച്ചിരിക്കുമ്പോൾ ഫാനി പണിയെടുക്കുന്നു. അമ്മ ഗ്രിഗറിയെ ഉറക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനായ വില്യം പ്രസ്റ്റൺ വീട്ടിലേക്ക് കടന്നു വന്നു. വിവാഹം കഴിക്കാത്ത മധ്യവയസ്കനാണ് അദ്ദേഹം. വയസ്സ് 40 കഴിഞ്ഞ അദ്ദേഹം ആ പ്രദേശത്തെ ഏറ്റവും സമ്പന്നരായ കർഷകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് എൻ്റെ മുത്തച്ഛനെ നല്ലവണ്ണം അറിയാമായിരുന്നു. എൻ്റെ അമ്മയെയും അമ്മായിയെയും അവർക്ക് കൂടുതൽ സമൃദ്ധിയുണ്ടായിരുന്ന കാലം തൊട്ടേ അദ്ദേഹത്തിനറിയാം. അദ്ദേഹം വീടിനകത്ത് ഇരിക്കുകയും ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്ന പോലെ തൊപ്പി ചുഴറ്റുകയും ചെയ്തു. ഫാനിയമ്മയുടെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ശ്രദ്ധിച്ചത് എൻ്റെ അമ്മയെയാണ്. ആ സന്ദർശനത്തിലോ അതിനുശേഷം നടത്തിയ നിരവധി സന്ദർശനങ്ങളിലോ അദ്ദേഹം ഏറെയൊന്നും സംസാരിച്ചില്ല. ആ സന്ദർശനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് പിന്നീടാണല്ലോ അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഒരു ഞായറാഴ്ച ഫാനിയമ്മായി പള്ളിയിൽ പോകാതെ ഗ്രിഗറിയുടെ അടുക്കലിരുന്നു. എൻ്റെ അമ്മ തനിച്ചാണ് പള്ളിയിലേക്ക് പോയത്. അമ്മ തിരിച്ചു വരികയും കുഞ്ഞിനെ നോക്കാൻ അടുക്കളയിലേക്ക് പോവുകയോ സഹോദരിയോട് സംസാരിക്കുകയോ ചെയ്യാതെ മുകൾ നിലയിലേക്ക് ഓടുകയും ചെയ്തു. അമ്മ ഹൃദയം തകർന്ന പോലെ കരയുന്നത് ഫാനിയമ്മായി കേട്ടു. അവർ ഉടനെ മുകളിലേക്ക് പോവുകയും അടച്ചിട്ട വാതിലിലൂടെ അമ്മയെ വഴക്ക് പറയുകയും ചെയ്തു. അവസാനം അമ്മ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അമ്മ അമ്മായിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. വില്യം പ്രസ്റ്റൺ വിവാഹാഭ്യർത്ഥന നടത്തിയെന്നും ഒരു കുറവും വരുത്താതെ ഗ്രിഗറിയെ നല്ലവണ്ണം പരിപാലിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെന്നും അമ്മ പറഞ്ഞു. അമ്മ അതിന് സമ്മതം മൂളിയത്രേ. അത് കേട്ട് ഫാനിയമ്മായി വല്ലാതെ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മ ആദ്യ ഭർത്താവിനെ എളുപ്പം മറന്നുപോയെന്ന് അമ്മായിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. വീണ്ടും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് അത്ര തിടുക്കത്തിൽ ചിന്തിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞത് തന്നെ ആ മറവിയുടെ തെളിവാണ്. കൂടാതെ വില്യം പ്രിസ്റ്റന്റെ പ്രായത്തിന് അമ്മയേക്കാൾ ഫാനിയമ്മായിയായിരുന്നു അനുയോജ്യം. വിധവയാണെങ്കിലും എൻ്റെ അമ്മ ഹെലന് 24 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ വിവാഹക്കാര്യത്തിൽ അവർ രണ്ടുപേരും അമ്മായിയുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ലല്ലോ. കൂടാതെ നിരവധി പ്രശ്നങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ട്. അവരുടെ കാഴ്ചശക്തി ഒരിക്കലും മെച്ചപ്പെടാൻ പോകുന്നില്ല. പ്രസ്റ്റന്റെ ഭാര്യ എന്ന നിലയിൽ അമ്മയ്ക്ക് യാതൊന്നും ചെയ്യേണ്ടതില്ല. ദിവസം മുഴുവൻ കൈകൾ നീട്ടിയിരിക്കാനാണ് അമ്മ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെയാകാം. ഒരു യുവ വിധവയെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ് ഒരു ആൺകുട്ടി. വിവാഹത്തിലൂടെ അവനെ പരിപാലിക്കാൻ മാന്യനായ ഒരാളെ സ്ഥിരമായി കിട്ടുകയും ചെയ്യും. എൻ്റെ അമ്മയേക്കാൾ ഫാനിയമ്മായിക്കാണ് ആ വിവാഹത്തെക്കുറിച്ച് തിളക്കമാർന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. വില്യം പ്രസ്റ്റന്റെ ഭാര്യയാകാമെന്ന് വാഗ്ദാനം ചെയ്ത അന്നു മുതൽ എൻ്റെ അമ്മ ചിരിച്ചതേയില്ല. ആരെയും തല ഉയർത്തി നോക്കിയതുപോലുമില്ല. പക്ഷേ അമ്മ ഗ്രിഗറിയെ മുമ്പത്തേക്കാളും സ്നേഹിക്കുന്നത് പോലെ തോന്നി. അമ്മയുടെ സങ്കടം മനസ്സിലാക്കാനോ ആശ്വസിപ്പിക്കാനോ അറിയാത്ത ആ കുഞ്ഞിനോട്
അവർ നിർത്താതെ സംസാരിച്ചു തുടങ്ങി. അവസാനം അമ്മയും വില്യം പ്രിസ്റ്റണും വിവാഹിതരായി. സമ്പന്നമായൊരു വീടിൻ്റെ യജമാനത്തിയായി എൻ്റെ അമ്മ. ഫാനിയമ്മായി താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് അരമണിക്കൂറിലധികം നടക്കേണ്ടതില്ല. എൻ്റെ അച്ഛനെ പ്രീതിപ്പെടുത്താൻ കഴിയാവുന്നതെല്ലാം അമ്മ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാൾ കർത്തവ്യനിഷ്ഠയുള്ള ഭാര്യയാകാൻ ആർക്കും കഴിയില്ലെന്ന് അച്ഛൻ പറയാറുണ്ട്. പക്ഷേ ഭാര്യ തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അദ്ദേഹം താമസിയാതെ കണ്ടെത്തി. അവർ ഗ്രിഗറിയെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല. കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ സ്നേഹം അദ്ദേഹത്തെ തേടിയെത്തിയേനെ. ഗ്രിഗറിയെ കാണുമ്പോൾ അമ്മയുടെ മുഖം തുടുക്കുന്നതും കണ്ണുകൾ തിളങ്ങുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അത്രയും സുരക്ഷിതത്വം നൽകിയ തനിക്ക് ഭാര്യ തിരിച്ചു തരുന്നത് മഞ്ഞുകട്ടി പോലെ തണുത്തുറഞ്ഞതും സൗമ്യവുമായ വാക്കുകൾ. രണ്ടുപേരോടുമുള്ള പെരുമാറ്റത്തിലെ വ്യത്യാസം ചൂണ്ടിക്കാട്ടി അദ്ദേഹം അമ്മയെ അപഹസിക്കാൻ ശ്രമിച്ചു. അങ്ങനെയെങ്കിലും ഭാര്യ തന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം ഗ്രിഗറിയോട് വാശിയോടെ ഇഷ്ടക്കേട് കാണിക്കാൻ തുടങ്ങി. അവനരികിൽ വരുമ്പോൾ ശുദ്ധമായ അരുവി പോലെ പ്രവഹിക്കുന്ന അമ്മയുടെ സ്നേഹം അദ്ദേഹത്തെ അങ്ങേയറ്റം അസൂയാലുവാക്കി. ഭാര്യ തന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു തെറ്റല്ല. പക്ഷേ ഗ്രിഗറിയെ അമ്മ കുറച്ചു മാത്രം സ്നേഹിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അത് തീർച്ചയായും ഹീനമായ ആഗ്രഹമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ദേഷ്യപ്പെടുകയും കുട്ടികൾക്ക് സഹജമായ എന്തോ വികൃതി കാണിച്ച് ഗ്രിഗറിയെ ശപിക്കുകയും ശകാരിക്കുകയും ചെയ്തു. എൻ്റെ അമ്മ അവനു വേണ്ടി കുറച്ച് ന്യായങ്ങൾ നിരത്തി. എപ്പോഴും ഭർത്താവിനെ മനസ്സുകൊണ്ട് പിന്താങ്ങേണ്ടവളാണ് ഭാര്യ. അവളാണ് മകൻ്റെ വികൃതി അടക്കി വയ്ക്കാതെ വളർത്തുന്നത്. മറ്റൊരാളുടെ രക്തമായി അവനെ പരിപാലിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ അച്ഛൻ തുറന്നു പറഞ്ഞു. ചെറിയ വഴക്കിന് ക്രമേണ വാക്കുകളിലൂടെ തിടം വെച്ചു. അതിൻ്റെ ആഘാതമെന്നോണം എൻ്റെ അമ്മ മാസം തികയുന്നതിന് മുമ്പ് പ്രസവക്കിടക്കയിലെത്തുകയും ചെയ്തു. അന്ന് തന്നെ ഞാൻ ജനിച്ചു. എൻ്റെ പിതാവിന് ഒരേ സമയം സന്തോഷവും അഭിമാനവും വിഷാദവും അനുഭവപ്പെട്ടു. തനിക്ക് ഒരാൺകുഞ്ഞ് പിറന്നതിൽ അദ്ദേഹത്തിന് സന്തോഷവും അഭിമാനവുമുണ്ട്. എന്നാൽ പാവം ഭാര്യയുടെ അവസ്ഥയോർത്ത്, തൻ്റെ കടുത്ത വാക്കുകളാണല്ലോ അതിന് കാരണമെന്നോർത്ത് ദുഃഖവുമുണ്ട്. വിഷാദത്തേക്കാൾ കോപം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ പിതാവ്. അതെല്ലാം ഗ്രിഗറിയുടെ കുറ്റമാണെന്ന് അദ്ദേഹം വേഗം തന്നെ കണ്ടെത്തി. എൻ്റെ ജനനം നേരത്തെയാക്കിയതിന് അവനോട് പ്രത്യേകമായ വെറുപ്പും അദ്ദേഹത്തിന് തോന്നി. അധികം കഴിയും മുമ്പ് മറ്റൊരു പകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചേക്കേറി. എൻ്റെ അമ്മ ഞാൻ ജനിച്ച ദിവസം മുതൽ മരണത്തോടടുക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ കാർലിസ്ലേവിൽ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുവന്നു. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ ഹൃദയരക്തം തന്നെ പൊന്നാണയമാക്കി മാറ്റാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു. ഹെലന് ജീവിക്കാൻ ആഗ്രഹമില്ലെന്നും അവളെ ജീവിതത്തിൽ പിടിച്ചു നിർത്താതെ മരിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടതെന്നും തനിക്ക് തോന്നിയതായി ഫാനിയമ്മായി പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലുടനീളം കാണിച്ച പരാതി ഒട്ടുമില്ലാത്ത സഹനശീലത്തോടെ അമ്മ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചെന്ന് എന്നോട് അമ്മായി പറഞ്ഞു. ഗ്രിഗറിയെ തൻ്റെ അടുത്ത് കിടത്തണമെന്നായിരുന്നു അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. എന്നിട്ടമ്മ എൻ്റെ കൊച്ചു കൈ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരെയും അമ്മ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് കുനിഞ്ഞു നിന്ന് സൗമ്യമായി അച്ഛൻ ചോദിച്ചു. പരിഭ്രമം കലർന്ന കാരുണ്യത്തോടെ അർദ്ധ സഹോദരന്മാരെ അദ്ദേഹം നോക്കി. അമ്മ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹത്തെ നോക്കി അമ്മ ചിരിച്ച ആദ്യത്തെ ചിരി വളരെ മധുരമുള്ളതായിരുന്നു. ആ ചിരി. 1 മണിക്കൂറിനുള്ളിൽ അമ്മ മരിച്ചു. അമ്മയുടെ മരണശേഷം ഫാനിയമ്മായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അതായിരുന്നു അച്ഛന് ചെയ്യാനാകുമായിരുന്ന ഏറ്റവും മികച്ച കാര്യം. എൻ്റെ അച്ഛന് അവിവാഹിത ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2 ചെറിയ കുട്ടികളെ എന്തു ചെയ്യും? അച്ഛന് അദ്ദേഹത്തിനെ പരിചരിക്കാനും ഒരു സ്ത്രീ ആവശ്യമുണ്ടായിരുന്നു. അക്കാര്യത്തിന് ഭാര്യയുടെ മുതിർന്ന സഹോദരിയേക്കാൾ ആരും അനുയോജ്യരല്ലല്ലോ. അങ്ങനെ ജനിച്ചത് മുതൽ അമ്മായിയാണ് എന്നെ വളർത്തിയത്. മാസം തികയാതെ ജനിച്ചതിനാൽ എൻ്റെ ആരോഗ്യം അല്പകാലത്തേക്ക് വളരെ മോശമായിരുന്നു. അമ്മായി എല്ലായ്പ്പോഴും എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ രാവും പകലും എന്നെ പരിപാലിച്ചു. എന്നെ ചൊല്ലി ഫാനിയമ്മയുടെ അത്ര തന്നെ ഉത്കണ്ഠ അച്ഛനുമുണ്ടായിരുന്നു. അച്ഛനിൽ നിന്ന് മകനിലേക്കാണ് കഴിഞ്ഞ 300 വർഷവും
കുടുംബ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അച്ഛൻ്റെ കാലശേഷം സ്വത്തുക്കളെല്ലാം അനുഭവിക്കേണ്ട മകൻ എന്ന പരിഗണന അദ്ദേഹത്തിന് എന്നും എന്നോടുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് സ്നേഹിക്കാനും ഒരാളെ വേണമായിരുന്നു. പരുക്കൻ മട്ടുള്ള ഒരു കടുപ്പക്കാരനായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ അച്ഛൻ. എങ്കിലും അസൂയ ജനിപ്പിക്കുന്ന പൂർവ്വജീവിതമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അമ്മയുമായി അടുക്കുമായിരുന്നു. അത്രയും അടുപ്പത്തോടെ അദ്ദേഹം എന്നെയും സ്നേഹിച്ചു. ഞാനും മനസ്സ് തുറന്നു തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചു. ഞാൻ ചുറ്റുമുള്ളവരെ സ്നേഹിച്ചു. എല്ലാവരും എന്നോട് കരുണയോടെ പെരുമാറി. വേഗം തന്നെ ഞാൻ ആദ്യകാലത്തെ അനാരോഗ്യം മറികടന്നു. ആരോഗ്യം തുളുമ്പുന്ന ആൺകുട്ടിയായി വളർന്ന എന്നെ അച്ഛൻ്റെ കൂടെ അടുത്തുള്ള പട്ടണത്തിലേക്ക് പോകുമ്പോഴെല്ലാം മറ്റുള്ളവർ ശ്രദ്ധിക്കുമായിരുന്നു. വീട്ടിൽ അമ്മായിയുടെ അരുമയായിരുന്നു ഞാൻ, അച്ഛൻ്റെ പൊന്നോമന, പ്രായം ചെന്ന ബാല്യക്കാരുടെ കളിപ്പാട്ടവും വാത്സല്യഭാജനവും, കൃഷിയിടത്തിലെ പണിക്കാരുടെ കൊച്ചി യജമാനൻ. എന്നെപ്പോലൊരു കുട്ടിയിൽ വിചിത്രമായ രീതിയിൽ നിക്ഷിപ്തമായ മേൽക്കോയ്മ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാൻ അവരുടെ മുമ്പിൽ പ്രഭുക്കന്മാർക്ക് ചേർന്ന പല കോമാളിത്തരങ്ങൾ കാട്ടി. ഗ്രിഗറിക്ക് എന്നേക്കാൾ 3 വയസ്സ് കൂടുതലുണ്ട്. ഫാനിയമ്മായി വാക്കിലും പ്രവൃത്തിയിലും എല്ലായ്പ്പോഴും അവനോട് ദയ കാണിച്ചു. എന്നാൽ അമ്മായി പലപ്പോഴും അവനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. മുഴുവൻ ശ്രദ്ധയും മുഴുവൻ നേരവും മാസം തികയാതെ ജനിച്ച് എനിക്ക് നൽകുന്ന ശീലത്തിലേക്ക് അമ്മായി വഴുതി വീണിരുന്നു. ഭാര്യയുടെ ഹൃദയം കൈയടക്കാനുള്ള ശ്രമത്തിൽ തന്നോട് നിഷ്കളങ്കമായി മല്ലടിച്ച് ഗ്രിഗറിയോട് തോന്നിയ പകയൂർന്ന അനിഷ്ടം എൻ്റെ അച്ഛൻ ഒരിക്കലും മറന്നില്ല. അമ്മയുടെ മരണത്തിനും എൻ്റെ ആദ്യകാല അനാരോഗ്യത്തിനും കാരണം അവനാണെന്ന് അദ്ദേഹം കരുതി. ഗ്രിഗറിയോടുള്ള അകൽച്ച യുക്തിരഹിതമെന്ന് തോന്നാമെങ്കിലും ഒരു കർത്തവ്യമായി അദ്ദേഹം വളർത്തിയെടുത്തു. ആ അകൽച്ച നികത്താനായി യാതൊന്നും അദ്ദേഹം ചെയ്തില്ല. എങ്കിലും എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുമ്പോൾ അച്ഛൻ നൽകിയ വാക്കനുസരിച്ച് പണം കൊടുത്ത് വാങ്ങാവുന്ന യാതൊന്നും ഗ്രിഗറിക്ക് നൽകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഗ്രിഗറി അവലക്ഷണം പിടിച്ചവനും വിരൂപനും തൊടുന്നതെല്ലാം നശിപ്പിക്കുന്നവനുമായിരുന്നു. കൃഷിക്കളത്തിലെ ഏതാണ്ട് എല്ലാവരിൽ നിന്നും കടുത്ത വാക്കുകളും പരുഷമായ ശകാരങ്ങളും അവൻ ഏറ്റുവാങ്ങി. യജമാനത്തിക്ക് മുൻബന്ധത്തിലുണ്ടായ മകനെ അവർ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ശകാരിച്ചു. അത്തരം ക്രൂരമായ രീതികൾ ഞാനും അനുകരിച്ചു. അനാഥനും അനുകമ്പയ്ക്ക് അർഹനുമായ അർദ്ധ സഹോദരനെ അപഹസിച്ചത് എങ്ങനെയെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. എനിക്ക് കടുത്ത നാണക്കേട് തോന്നുന്നു. ഞാൻ അവനെ അവഗണിക്കുകയോ മനഃപൂർവ്വം മോശമായി പെരുമാറുകയോ ചെയ്തില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന അമിത പരിഗണനയും മേന്മയെക്കുറിച്ചുള്ള പ്രശംസകളും എന്നെ ധിക്കാരിയാക്കി തീർത്തു. മനസ്സോടെ ഗ്രിഗറി തരാൻ തയ്യാറായാൽ കൂടുതൽ ഞാൻ എല്ലായ്പ്പോഴും നിർബന്ധിച്ച് കൈക്കലാക്കി. എന്നിട്ടും ഞാൻ വഴക്ക് പിടിക്കുകയും മറ്റുള്ളവർ അവനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതും മുഴുവനായും അർത്ഥം മനസ്സിലാകാത്തതുമായ ശകാരവാക്കുകൾ ആവർത്തിക്കുകയും ചെയ്തു. അവനതെല്ലാം ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പേടിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അവൻ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയും അസംതൃപ്തിയോടെ മുഖം വീർപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അവൻ അങ്ങനെ പെരുമാറിയെന്ന് എൻ്റെ അച്ഛൻ കരുതി. പൊട്ടൻ എന്ന് പാനീയമായി അവനെ വിളിച്ചു. അവൻ മരമണ്ടനാണെന്ന് എല്ലാവരും പറഞ്ഞു. ബുദ്ധിക്കുറവും പൊതുവെയുള്ള മുഷിച്ചിലും അവനിൽ വളർന്നു. ചിലപ്പോഴവൻ മണിക്കൂറോളം ഒരൊറ്റ വാക്ക് പോലും മിണ്ടിയില്ല. എൻ്റെ അച്ഛൻ അപ്പോൾ അവനോട് എഴുന്നേൽക്കാനും കൃഷിക്കളത്തിലെ ഏതെങ്കിലും പണി ചെയ്യാനും ആവശ്യപ്പെടും. അക്കാര്യം തന്നെ 3-4 തവണ ആവർത്തിച്ചാലേ അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കൂ. ഞങ്ങളിരുവരെയും വിദ്യാലയത്തിലേക്ക് അയച്ചപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അവൻ ഒരിക്കലും പഠിച്ച പാഠങ്ങൾ ഓർത്തു വയ്ക്കാനായില്ല. അവന് ശകാരിച്ചും പ്രഹരിച്ചും അധ്യാപകർക്ക് മടുത്തു. ഗ്രിഗറിയെ വിദ്യാലയത്തിൽ നിന്ന് കൊണ്ടുപോകാൻ അധ്യാപകർ അച്ഛനോട് ആവശ്യപ്പെട്ടു. അവൻ്റെ ധാരണാശക്തിക്ക് യുക്തമായ ഏതെങ്കിലും കൃഷിപ്പണിക്ക് നിയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം അവൻ കൂടുതൽ വിഷാദവാനും കൂടുതൽ വിവേകശൂന്യമായെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും അവനൊരു വഴക്കാളിയൊന്നുമായിരുന്നില്ല. ക്ഷമാശീലനും സത്സ്വഭാവിയുമായിരുന്നു. ആ നിമിഷം വരെ തന്നെ ശകാരിക്കുകയും കിഴുക്കുകയും ചെയ്തവരെ പോലും സഹായിക്കാൻ അവൻ ശ്രമിക്കും. പക്ഷേ മിക്കപ്പോഴും ഉപകാരം ചെയ്യാനുള്ള അവൻ്റെ ശ്രമങ്ങൾ വിലക്ഷണമായ രീതിയാൽ പരാജയപ്പെടുകയും സഹായിക്കാൻ ഉദ്ദേശിച്ചവർക്ക് തന്നെ ദ്രോഹമായി തീരുകയും ചെയ്യും.
ഒരു മിടുക്കൻ കുട്ടിയാണ് ഞാൻ എന്നായിരുന്നു എൻ്റെ വിചാരം. എനിക്ക് വളരെയധികം പ്രശംസകൾ ലഭിച്ചു. ഞാനായിരുന്നു വിദ്യാലയത്തിലെ പ്രധാനി. ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് പഠിക്കാൻ കഴിയുമെന്ന് അധ്യാപകർ എൻ്റെ അച്ഛനോട് പറഞ്ഞു. അതെനിക്ക് വലിയ ഗുണമൊന്നും ചെയ്യില്ലെന്ന് വലിയ പഠിപ്പൊന്നുമില്ലാത്ത അദ്ദേഹം കരുതി. അച്ഛനാകട്ടെ നേരത്തെ എൻ്റെ പഠനം അവസാനിപ്പിക്കുകയും കൃഷിക്കളത്തിലെ പ്രവൃത്തികളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടുകയും ചെയ്തു. ഗ്രിഗറിയാകട്ടെ വയസ്സൻ ആദത്തിൻ്റെ കീഴിൽ ആട്ടിടയനാകാൻ പരിശീലിപ്പിക്കപ്പെട്ടു. ആദത്തിൻ്റെ കാലം ഏതാണ്ട് കഴിയാറായിരുന്നു. ഗ്രിഗറിയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് ആദം എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ സഹോദരൻ്റെ സ്വഭാവത്തിൽ നല്ല വശങ്ങളുണ്ടത്രേ. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവനറിയില്ല. ചുറ്റിനുമുള്ള മൊട്ടക്കുന്നുകളെക്കുറിച്ച് അവന് മറ്റാരേക്കാളും കൂടുതൽ അറിയാം. ഗ്രിഗറിയുടെ കുറവുകളെയും തെറ്റുകളെയും കുറിച്ച് ആദം സംസാരിക്കുന്നതാണ് എൻ്റെ പിതാവിന് ഇഷ്ടം. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയ ആദം അവനെ ഇരട്ടി പ്രശംസിക്കും. എനിക്ക് 16 ഗ്രിഗറിക്ക് 19 വയസ്സുള്ളപ്പോൾ ഒരു മഞ്ഞുകാലത്ത് അച്ഛൻ എന്നെ ഒരു സന്ദേശവുമായി ദൂരസ്ഥലത്തേക്ക് അയച്ചു. നേർവഴിയിലൂടെ പോയാൽ 7 നാഴികയും മൊട്ടക്കുന്നുകൾ കയറി മറിഞ്ഞാൽ 4 നാഴികയും അവിടേക്ക് ദൂരമുണ്ട്. നേർവഴിയിലൂടെ മാത്രം മടങ്ങി വരാൻ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. മഞ്ഞുകാലത്ത് വൈകുന്നേരങ്ങൾ വേഗം വിരുന്നു വരും. അവയാകട്ടെ മിക്കപ്പോഴും മങ്ങിയതും മൂടൽ മഞ്ഞുകൊണ്ട് മറയ്ക്കപ്പെട്ടതുമായിരിക്കും. കൂടാതെ തളർവാദത്താൽ കിടപ്പിലായ വയസ്സനാദം മഞ്ഞുവീഴ്ചയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഞാൻ വേഗം ലക്ഷ്യസ്ഥാനത്തെത്തി. വിചാരിച്ചതിലും 1 മണിക്കൂർ മുമ്പേ ഏൽപ്പിച്ച കാര്യം പൂർത്തിയാക്കുകയും ചെയ്തു. അച്ഛൻ കണക്ക് കൂട്ടിയതിലും നേരത്തെയാണല്ലോ എൻ്റെ മടക്കം. അതുകൊണ്ട് ഏത് വഴിയിലൂടെ മടങ്ങണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. സായാഹ്നത്തിൻ്റെ ആദ്യ നിഴലുകൾ വീണു തുടങ്ങിയ മൊട്ടക്കുന്നുകൾക്കിടയിലൂടെ ഞാൻ മടക്കയാത്ര ആരംഭിച്ചു. ഇരുണ്ടതും പ്ലാനവുമായിരുന്നു പരിസരം. എങ്കിലും ചുറ്റുമുള്ളതെല്ലാം നിശ്ചലമായതുകൊണ്ട് മഞ്ഞ് വീഴുമ്പോഴേക്കും വീട്ടിലെത്താമെന്ന് ഞാൻ കരുതി. ഒരുവിധം വേഗത്തോടെ ഞാൻ മുമ്പോട്ട് നടന്നു. പക്ഷേ അതിനേക്കാൾ വേഗത്തോടെ രാത്രി വന്നു. പകൽ നേരത്ത് മുമ്പിലുള്ള പാത വ്യക്തമായി കാണാം. പലപ്പോഴും ഒരുപോലുള്ള ഒന്നിലധികം വഴികൾ ഒരേ സ്ഥലത്ത് നിന്നും വേർപിരിഞ്ഞിരുന്നു. എങ്കിലും നല്ല വെളിച്ചമുള്ള നേരത്ത് പാറക്കല്ലോ തറനിരപ്പിൽ നിന്നുള്ള ഇറക്കമോ യാത്രക്കാരന് വഴികാട്ടുമായിരുന്നു. എന്നാൽ അവയെല്ലാം തന്നെ ഇരുട്ടിൽ തീർത്തും അദൃശ്യമാണ്. എങ്കിലും ഞാൻ ധൈര്യം സംഭരിക്കുകയും ശരിയെന്ന് തോന്നുന്ന പാതയിലൂടെ മുമ്പോട്ട് നടക്കുകയും ചെയ്തു. തെറ്റായ ആ വഴി എനിക്ക് ഒട്ടും അറിയാത്തൊരിടത്ത് എന്നെ കൊണ്ട് ചെന്നെത്തിച്ചു. അവിടുത്തെ ഏകാന്തത വേദനാജനകവും ഗാഢവുമായിരുന്നു. അവിടെ പരന്നു കിടക്കുന്ന നിശബ്ദത തകർക്കാൻ മനുഷ്യൻ്റെ കാൽ ഒരിക്കലും പതിഞ്ഞിട്ടില്ലെന്നതുപോലെ തോന്നി. വന്യമായ ചതുപ്പ് നിറഞ്ഞ തരിശുഭൂമി. കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന ആശ നേരിയതാണെങ്കിലും ഞാൻ ഒച്ച വയ്ക്കാൻ തന്നെ ശ്രമിച്ചു. കുറുകിയതും പരിപരുത്തതുമായി പുറത്തു വന്ന എൻ്റെ ഒച്ച പോലും എന്നെ ശരിക്കും ഞെട്ടിച്ചു. കറുത്ത അന്ധകാര വിരിപ്പിൽ അത് ഭീകരവും വിചിത്രവുമായി തോന്നി. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഇരുണ്ട മഞ്ഞുപാളികൾ കനത്തിൽ വീഴാൻ തുടങ്ങി. എൻ്റെ മുഖവും കൈകളും മഞ്ഞ് വീണ് നനഞ്ഞു. എവിടെയാണ് നിൽക്കുന്നതെന്ന നേരിയ ബോധത്തിൽ നിന്ന് പോലും അതെന്നെ തീർത്തുമാറ്റി. ഞാൻ എവിടെ നിന്നാണ് വന്നതിനെക്കുറിച്ച് എല്ലാ ഊഹവും എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ തിരിച്ചു നടക്കാനുമായില്ല. തൊട്ടെടുക്കാവുന്ന അന്ധകാരത്തിൻ്റെ അകമ്പടിയോടെ കൂടുതൽ ഗാഢമായി ആ ചതുപ്പ് എന്നെ പുൽകാൻ തുടങ്ങി. കാലുകൾ അല്പനേരം ഉറപ്പിച്ചപ്പോൾ പോലും അടിയിലെ ചതുപ്പ് മണ്ണ് നടുങ്ങി. എന്നാൽ മുമ്പോട്ട് നീങ്ങാനുള്ള ധൈര്യം എനിക്കില്ല. യൗവന സഹജമായ ധീരതയെല്ലാം എന്നെ വിട്ടുപിരിഞ്ഞു. ഞാൻ കരച്ചിലിൻ്റെ വക്കത്തെത്തി. നാണക്കേടുകൊണ്ട് മാത്രമാണ് ഞാൻ പൊട്ടിക്കരയാതിരുന്നതെന്ന് തോന്നുന്നു. കരച്ചിൽ തടയാൻ ഞാൻ ഉറക്കിയലറി. ഭയങ്കരവും പരിഭ്രാന്തവും കേവലമായി ഉയിരിനു വേണ്ടിയുള്ളതുമായ വെറും നിലവിളികൾ. മറുവിളികൾ കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ നിശബ്ദതയോടെ ഞാൻ അങ്ങേയറ്റം ശക്തിയില്ലാത്തവനായി മാറി. വികാരശൂന്യമായ പ്രതിധ്വനികളല്ലാതെ യാതൊന്നും തന്നെ തിരികെ വന്നില്ല. നിശബ്ദവും നിഷ്ഠൂരവുമായ മഞ്ഞ് മാത്രം കൂടുതൽ കനത്തിലും കൂടുതൽ വേഗത്തിലും പെയ്തുകൊണ്ടിരുന്നു. നിദ്രാലസ്യവും മരവിപ്പും എന്നിൽ നിറയാൻ തുടങ്ങി. ഞാൻ മുമ്പോട്ട് നീങ്ങാൻ ശ്രമിച്ചു.
എങ്കിലും മൊട്ടക്കുന്നുകൾക്കിടയിൽ നിറയെ പതുങ്ങിയിരിപ്പുണ്ടെന്ന് എനിക്കറിയാവുന്ന ഗർത്തങ്ങളെ പേടിച്ച് ഏറെ മുമ്പോട്ട് നീങ്ങാനും ധൈര്യം വന്നില്ല. ഇടയ്ക്കിടെ ഞാൻ നടത്തം നിർത്തുകയും ഒച്ചവെക്കുകയും ചെയ്തു. എൻ്റെ ശബ്ദം കണ്ണുനീർ നിറഞ്ഞ് ഇടറിപ്പോയിരുന്നു. എത്രമാത്രം നിസ്സഹായവും ഏകാന്തവുമായ മരണമായിരിക്കും എൻ്റേത്. വീടിനകത്ത് ഊഷ്മളവും അരുണവർണ്ണമാർന്നതും തിളങ്ങുന്നതുമായി തീക്ക് ചുറ്റുമിരിക്കുന്നവർ എനിക്ക് സംഭവിച്ചതെന്താണെന്ന് അറിയുന്നില്ലല്ലോ. എന്നെക്കുറിച്ചോർത്ത് എൻ്റെ പിതാവ് എത്രമാത്രം ദുഃഖിക്കും. അതുറപ്പായും അദ്ദേഹത്തെ കൊല്ലും. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർക്കും. പാവം വൃദ്ധൻ. ഫാനിയമ്മായും വ്യസനിക്കും. അവർ എന്നോട് കാണിച്ച എല്ലാ പരിഗണനയുടെയും അന്ത്യം ഇതാണോ? വിചിത്രവും ഉജ്ജ്വലവുമായ സ്വപ്നമെന്നതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിക്കാൻ തുടങ്ങി. ഞാൻ ജീവിച്ചു തീർത്തതും വിരലിൽ എണ്ണാവുന്നതുമായ ആൺകുട്ടി വർഷങ്ങൾ വെളിപാട് പോലെ മുമ്പിലൂടെ കടന്നുപോയി. എൻ്റെ ചുരുങ്ങിയ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെ വ്യാകുലതയിൽ നിന്ന് ഞാൻ ശക്തി സംഭരിക്കുകയും നീണ്ടു നിൽക്കുന്നതും ഹതാശയുമായ വിലാപശബ്ദം ഒരിക്കൽ കൂടി ഉണ്ടാക്കുകയും ചെയ്തു. കട്ടിപിടിച്ച വായുവിൽ മൂർച്ച കെടുന്ന പ്രതിധ്വനികളല്ലാതെ മറ്റൊരു മറുപടിയും കിട്ടുമെന്ന പ്രത്യാശ എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വിളിയുടെ അത്രയും നീളമുള്ളതും പരിഭ്രാന്തവുമായ മറുപടി ഞാൻ കേട്ടു. വന്യമായ വിളി അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അഭൗമമായി തോന്നി. മൊട്ടക്കുന്നുകളിൽ അലഞ്ഞു നടക്കുന്ന മനുഷ്യരെ കളിയാക്കുന്ന ദുർഭൂതങ്ങളുടെ ഒച്ചയാണോ അതെന്ന് ഞാൻ സംശയിച്ചു. അവയെക്കുറിച്ച് ഞാൻ നിരവധി കഥകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഹൃദയം പൊടുന്നനെ വേഗത്തിലും ഉച്ചത്തിലും മിടിക്കാൻ തുടങ്ങി. ഒരു നിമിഷത്തേക്ക് എനിക്ക് മറുപടി നൽകാനായില്ല. സംസാരശേഷി നഷ്ടപ്പെട്ടോ എന്ന് പോലും എനിക്ക് തോന്നി. അപ്പോൾ ഒരു നായയുടെ കുര കേട്ടു. അത് ലാസിയുടെ കുരയാണോ? ആടുകളെ മേയ്ക്കുമ്പോൾ എൻ്റെ സഹോദരനെ സഹായിക്കുന്ന ലാസിയുടെ. വികൃത രൂപവും വെളുത്ത മോന്തയുമുള്ള ആ ജന്തുവിനെ എൻ്റെ പിതാവ് കാണുമ്പോഴെല്ലാം തൊഴിച്ചു മാറ്റുമായിരുന്നു. ലാസിയുടെ ദോഷങ്ങൾക്ക് മാത്രമായിരുന്നില്ല ആ തൊഴി, അവൾ ഗ്രിഗറിയുടേതാണ് എന്നതുകൊണ്ടുകൂടിയായിരുന്നു. അത്തരം അവസരങ്ങളിൽ ഗ്രിഗറി അതിനെ ചൂളമടിച്ച് തൻ്റെ അരികിലേക്ക് വിളിക്കുകയും കളപ്പുരയിലോ മറ്റോ അവൻ്റെ കൂടെ കുന്തിച്ചിരുത്തുകയും ചെയ്യും. വേദനയുടെ നടുക്കത്തോടെ ഉറക്കി ഊരിയിട്ട് 1-2 പ്രാവശ്യം പാവം ലാസി എൻ്റെ അച്ഛനെ നാണം കെടുത്തിയിട്ടുമുണ്ട്. എൻ്റെ സഹോദരനെ കുറ്റപ്പെടുത്തിയാണ് ആത്മനിന്ദയിൽ നിന്നും അത്തരം സന്ദർഭങ്ങളിൽ അച്ഛൻ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഗ്രിഗറിക്ക് ഒരു നായയെ പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നും അടുപ്പിനരികിൽ ചടഞ്ഞുകൂടാൻ അനുവദിക്കുന്ന മണ്ടൻ രീതിയിലൂടെ അവൻ ലോകത്തെ ഏതൊരു നായയെയും നശിപ്പിക്കുമെന്നും അച്ഛൻ പറഞ്ഞു. കുറ്റപ്പെടുത്തലുകൾക്ക് മറുപടി പറയുകയോ ചിലപ്പോഴെല്ലാം അത് കേൾക്കുകയോ ചെയ്യാതെ ഗ്രിഗറി ഉന്മേഷമില്ലാതെ ദുഃഖത്തോടെ കുത്തിയിരിക്കും. അതെ, വീണ്ടും അത് ലാസിയുടെ കുരയാണ്. രക്ഷപ്പെടുകയാണെങ്കിൽ അതിപ്പോഴാണ്. ഞാൻ കഴിയാവുന്നത്ര ഉച്ചത്തിൽ ആക്രോശിച്ചു. ലാസി, ലാസി, ദൈവത്തെ ഓർത്ത് എൻ്റെ ലാസി. അടുത്ത നിമിഷത്തിൽ വെള്ള മോന്തയുള്ള ലാസി എൻ്റെ കാലുകൾക്കും കൈകൾക്കുമിടയിൽ നടുവളച്ച് തൊട്ടുരുമുകയും സന്തോഷത്തോടെ തുള്ളിച്ചാടുകയും ചെയ്തു. പലപ്പോഴും ചെയ്യാറുള്ളതുപോലെ ഞാൻ പ്രഹരിക്കുമോ എന്നറിയാൻ അവളുടെ വിവേകമുള്ള കണ്ണുകൾ എൻ്റെ മുഖത്ത് പരതുന്നുണ്ട്. ഞാൻ സന്തോഷത്താൽ കരയുകയും കുനിഞ്ഞ് അവളെ തടവുകയും ചെയ്തു. ഉടലിൻ്റെ തളർച്ച മനസ്സും ഏറ്റെടുത്തതിനാൽ എനിക്ക് നേരാവണ്ണം ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും സഹായം അരികെ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. കനത്തതും ഓരോ നിമിഷവും കൂടുതൽ ഞെരുങ്ങുന്നതുമായ ഇരുട്ടിൽ നിന്ന് ചാരനിറമുള്ള ഒരു രൂപം ക്രമേണ തെളിഞ്ഞു വന്നു. ആട്ടിടയന്മാരുടെ ചാരമേലങ്കി ധരിച്ച ഗ്രിഗറിയായിരുന്നു അത്. ഗ്രിഗറി, ഞാൻ വിളിച്ചു. കൂടുതൽ ഒരു വാക്ക് പോലും പറയാനാകാതെ ഞാൻ അവൻ്റെ കഴുത്തിലേക്ക് വീണു. ഒരിക്കലും ഏറെ സംസാരിച്ചിട്ടില്ലാത്ത ഗ്രിഗറി അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ജീവൻ വേണമെങ്കിൽ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ടെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വീട്ടിലേക്കുള്ള വഴി കഴിയുമെങ്കിൽ കണ്ടുപിടിക്കണം. പക്ഷേ എന്തു തന്നെയായാലും ഞങ്ങൾ മുമ്പോട്ട് നീങ്ങേണ്ടതുണ്ട്, അല്ലെങ്കിൽ തണുത്ത് വിറച്ച് മരിച്ചു പോകും. വീട്ടിലേക്കുള്ള വഴി നിനക്കറിയില്ലേ? ഞാൻ ചോദിച്ചു. യാത്ര പുറപ്പെടുമ്പോൾ അറിയാമെന്ന് തന്നെയാണ് തോന്നിയത്. പക്ഷേ എനിക്കിപ്പോൾ സംശയമുണ്ട്.
മഞ്ഞ് എൻ്റെ കാഴ്ച മറയ്ക്കുന്നു. വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ടെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അവൻ്റെ കയ്യിൽ ആടുകളെ മേയ്ക്കുന്ന ദണ്ടുണ്ട്. ഓരോ കാൽവെപ്പിലും ദണ്ട് കൊണ്ട് കുത്തി നോക്കിയും കഴിയാവുന്നത്ര പരസ്പരം പറ്റിച്ചേർന്ന് നടന്നും ഞങ്ങൾ ചെങ്കുത്തായ പാറകളിൽ തട്ടി വീഴാതെ ഏറെക്കുറെ സുരക്ഷിതമായി മുമ്പോട്ട് നടന്നു. പക്ഷേ വേഗത കുറഞ്ഞതും വിരസവുമായ നടപ്പായിരുന്നു അത്. എൻ്റെ സഹോദരൻ മറ്റെന്തിനേക്കാളും ലാസിയുടെ ജന്മവാസനയാണ് വിശ്വാസത്തോടെ പിന്തുടർന്നത്. മുന്നിലുള്ള യാതൊന്നും തന്നെ കാണാൻ കഴിയാത്ത അത്ര ഇരുട്ടാണ് ചുറ്റും. ഗ്രിഗറി മുന്നോട്ടോടിപ്പോകുന്ന ലാസിയെ തുടർച്ചയായി പുറകോട്ട് വിളിച്ചു. ഏത് ഭാഗത്തു നിന്നാണ് അവൾ മടങ്ങിയെത്തിയതെന്ന് ശ്രദ്ധിക്കുകയും പതിയെ മുമ്പോട്ട് കാലുകൾ വയ്ക്കുകയും ചെയ്തു. രക്തമുറഞ്ഞു പോകുന്ന തണുപ്പിനെ തടയാൻ പര്യാപ്തമായിരുന്നില്ല ആ ഇഴഞ്ഞുള്ള നടപ്പ്. എൻ്റെ ഉടലിലെ ഓരോ അസ്ഥിയും ഓരോ നാഡിയും ആദ്യം വേദനിക്കുകയും പിന്നീട് വിങ്ങുകയും കഠിനമായ ശൈത്യത്താൽ മരവിക്കുകയും ചെയ്തു. കുന്നുകളിൽ പണിയെടുത്ത് ശീലമുള്ള ഗ്രിഗറി എന്നേക്കാൾ മികച്ച രീതിയിൽ ശൈത്യത്തെ സഹിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ലാസിയെ വിളിക്കാനല്ലാതെ അവൻ ഒന്നും തന്നെ ശബ്ദിച്ചില്ല. പരാതി പറയാതെ ധൈര്യമായിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ പ്രാണഹാരിയും വിനാശകരവുമായ ഉറക്കം എൻ്റെ മേൽ പിടിമുറുക്കാൻ തുടങ്ങിയിരുന്നു. എനിക്കിനി ഒരടി നടക്കാനാകില്ല. ഉറക്കം തൂങ്ങുന്ന ശബ്ദത്തോടെ ഞാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരേ സമയം നിസ്സഹായനും നിർബന്ധ ബുദ്ധിയുമായി മാറി. 5 നിമിഷമെങ്കിൽ 5 നിമിഷം എനിക്ക് ഉറങ്ങിയേ തീരൂ. മരണമാണ് ഫലമെങ്കിലും എനിക്ക് ഉറങ്ങണം. ഗ്രിഗറി നിശ്ചലനായി നിന്നു. ശൈത്യം എൻ്റെ മേൽ ചൊരിഞ്ഞ അസാധാരണമായ സഹനം അവന് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, തന്നോട് തന്നെ എന്ന വണ്ണം ഗ്രിഗറി പറഞ്ഞു. നമ്മൾ പുറപ്പെട്ടിടത്തു നിന്നും ഏറെയൊന്നും മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. നമ്മുടെ ഏക പ്രതീക്ഷ ലാസിയിലാണ്. ഇതാ ഈ മേലങ്കിയിൽ ശരീരം പൊതിയൂ. ഈ പാറയുടെ മഞ്ഞ് വീഴാത്ത ഭാഗത്ത് കിടക്കൂ. അതിനിടയിൽ നുഴഞ്ഞു കയറൂ. ഞാനും നിന്റെ അരികിൽ തന്നെ കിടക്കാം. നമുക്കിടയിൽ ചൂട് നിലനിർത്താൻ ശ്രമിക്കാം. വീട്ടിൽ തിരിച്ചറിയാവുന്ന എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? മയക്കത്തിൽ നിന്നുണർത്തിയതിൽ നീരസം തോന്നിയെങ്കിലും ഗ്രിഗറി ചോദ്യം ആവർത്തിച്ചപ്പോൾ ഞാൻ കീശയിൽ നിന്നും ഒരു തൂവാല വലിച്ചെടുത്തു. എനിക്ക് വേണ്ടി പാനീയമായി വക്ക് തീർത്ത തൂവാലയാണത്. ഗ്രിഗറി അതെടുത്ത് ലാസിയുടെ കഴുത്തിന് ചുറ്റും കെട്ടിക്കൊടുത്തു. ഹേയ് ലാസി, വീട്ടിലേക്ക്. വെള്ള മോന്തയുള്ള ആർക്കും ഇഷ്ടമില്ലാത്ത ആ ജന്തു ഇരുട്ടിലൂടെ വെടിയുണ്ട പോലെ പാഞ്ഞുപോയി. ഇപ്പോൾ എനിക്ക് കിടക്കാം. ഇപ്പോൾ എനിക്ക് ഉറങ്ങാം. ഗ്രിഗറി എന്നെ വാത്സല്യത്തോടെ പുതപ്പിച്ചതായി മയക്കത്തിൻ്റെ അർദ്ധബോധാവസ്ഥയിലും എനിക്ക് തോന്നി. പക്ഷേ അവൻ എന്നെ പുതപ്പിച്ചത് എന്തുപയോഗിച്ചാണെന്ന് ഞാൻ അറിഞ്ഞതുമില്ല, ശ്രദ്ധിച്ചതുമില്ല. ചിന്തിക്കാനോ യുക്തിപൂർവ്വം പ്രവർത്തിക്കാനോ കഴിയാത്ത വിധം നിർജീവവും സ്വാർത്ഥവും മരവിച്ചതുമായിരുന്നു എൻ്റെ അവസ്ഥ. എന്നെ പുതപ്പിക്കാനുള്ള പുതപ്പ് മറ്റൊരാളിൽ നിന്ന് എടുക്കുകയല്ലാതെ വിജനവും ശൂന്യവുമായ ആ ചതുപ്പ് നിലത്ത് വേറെ വഴിയൊന്നുമില്ലെന്ന് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞേനെ. ഗ്രിഗറി പുതപ്പിക്കുന്നത് നിർത്തി എൻ്റെ അടുത്ത് കിടന്നു. ഞാൻ സന്തോഷത്തോടെ അവൻ്റെ കൈ പിടിച്ചു. അമ്മയുടെ മരണക്കിടക്കയിൽ നമ്മളിങ്ങനെ കിടന്നത് നിനക്ക് ഓർമ്മ കാണില്ല. നിന്റെ കൊച്ചു കൈ അമ്മ എൻ്റെ കയ്യിലേൽപ്പിച്ചു. അമ്മ നമ്മളെ ഇപ്പോൾ കാണുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ താമസിയാതെ നമ്മൾ അമ്മയുടെ അടുത്തെത്തിയേക്കാം. എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറട്ടെ. പൊന്നു ഗ്രിഗറി, ഞാൻ പിറുപിറുക്കുകയും കൂടുതൽ ചൂടിനായി അവൻ്റെ അടുത്തേക്ക് നിരങ്ങി ചെല്ലുകയും ചെയ്തു. അവൻ അപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണത്. ഒരു നിമിഷത്തിനുള്ളിൽ എനിക്ക് അങ്ങനെ തോന്നി. ചുറ്റും നിരവധി ശബ്ദങ്ങൾ ഞാൻ കേട്ടു. നിരവധി മുഖങ്ങൾ എനിക്ക് മുകളിൽ വട്ടത്തിൽ നിരന്നു. ചൂടിൻ്റെ സുഖസ്പർശം എൻ്റെ ഉടലിലെ ഓരോ അണുവിലും പരന്നു. ഞാൻ വീട്ടിൽ എൻ്റെ സ്വന്തം കിടക്കയിലാണ്. ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ ആദ്യത്തെ വാക്ക് ഗ്രിഗറി എന്നായിരുന്നു. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കർക്കശമായ വൃദ്ധമുഖം അതിൻ്റെ ദൃഢത നിലനിർത്താൻ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വിതുമ്പുകയും ശീലമൊട്ടുമില്ലാത്ത കണ്ണുനീർത്തുള്ളികൾ കണ്ണുകളിൽ പതിയെ നിറയുകയും ചെയ്തു. അവന് ഞാൻ എൻ്റെ പാതി ഭൂമി നൽകുമായിരുന്നു. അവനെ ഞാൻ എൻ്റെ സ്വന്തം മകനായി അനുഗ്രഹിക്കുമായിരുന്നു.
ദൈവമേ, ഞാൻ അവൻ്റെ കാൽക്കൽ കുമ്പിടുകയും എൻ്റെ ഹൃദയത്തിൻ്റെ കടുപ്പത്തിന് മാപ്പിരക്കുകയും ചെയ്തേനെ. ഞാൻ കൂടുതലൊന്നും കേട്ടില്ല. മരണത്തിലേക്ക് എന്നെ തിരിച്ചു പിടിക്കുന്നത് പോലൊരു ചുഴലിക്കാറ്റ് മസ്തിഷ്കത്തിലൂടെ കടന്നുപോയി. ആഴ്ചകൾക്ക് ശേഷം ഞാൻ പതിയെ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് സുഖമായപ്പോഴേക്കും അച്ഛൻ്റെ മുടി വെളുത്തു പോയിരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറച്ചു. ഞങ്ങൾ ഗ്രിഗറിയെക്കുറിച്ച് പിന്നീട് സംസാരിച്ചതേയില്ല. ഞങ്ങൾക്ക് അവനെക്കുറിച്ച് സംസാരിക്കാനാകുമായിരുന്നില്ല. എങ്കിലും അവൻ വിചിത്രമായ രീതിയിൽ ഞങ്ങളുടെ ചിന്തകളിലുണ്ടായിരുന്നു. ലാസി കുറ്റപ്പെടുത്തലിൻ്റെ ഒരു വാക്ക് പോലുമില്ലാതെ വരികയും പോവുകയും ചെയ്തു. അച്ഛൻ തലോടാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി. ആ പാവം മിണ്ടാപ്രാണിയിൽ നിന്ന് ശകാരം കേട്ടതുപോലെ അച്ഛൻ ദീർഘനിശ്വാസം പൊഴിക്കുകയും ലോകത്തിൽ നിന്നും വേർപെട്ടതുപോലെ നിശബ്ദനായി അല്പനേരം നിൽക്കുകയും ചെയ്തു. എല്ലായ്പ്പോഴും വലിയ വർത്തമാനക്കാരിയായ ഫാനിയമ്മായി പിന്നീട് എന്നോടെല്ലാം പറഞ്ഞു. വിനാശകരമായ രാത്രിയിൽ എൻ്റെ നീണ്ടുനിന്ന അഭാവത്തിൽ അച്ഛൻ ആകെ അസ്വസ്ഥനായി. കാണിക്കാൻ ഇഷ്ടപ്പെടാത്തത്രയും ഉത്കണ്ഠ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഗ്രിഗറിയോട് പതിവുള്ളതിനേക്കാൾ നിഷ്ഠൂരവും ധാർഷ്ട്യവും കാണിച്ചു. അദ്ദേഹം അവൻ്റെ അച്ഛൻ്റെ ദാരിദ്ര്യത്തെയും ചെയ്യുന്നതെല്ലാം പാഴാക്കുന്ന മണ്ടത്തരത്തെയും അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. വൃദ്ധനായ ആട്ടിടയൻ മറിച്ച് ചിന്തിച്ചാലും അച്ഛൻ അവൻ്റെ ചെയ്തികളെ വിലയിരുത്തിയത് അങ്ങനെയാണ്. അവസാനം ഗ്രിഗറി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. തൊഴിയോ ചവിട്ടോ പേടിച്ച് തൻ്റെ കസാരക്കടിയിൽ ചുരുണ്ടുകൂടിയ ലാസിയെ ചൂളം വിളിച്ച് കൂടെ കൂട്ടി. അല്പനേരം മുമ്പ് അച്ഛനും അമ്മായിയും എൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പരിഭ്രാന്തിയോടെ സംസാരിച്ചിരുന്നു. അത് കേട്ട ഗ്രിഗറി ആസന്നമായ കൊടുങ്കാറ്റിനെ തിരിച്ചറിഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ അവൻ എന്നെ തിരഞ്ഞിറങ്ങിയതെന്ന് അമ്മായി പറഞ്ഞു. എന്നെ തിരഞ്ഞ് എങ്ങോട്ട് പോകണമെന്നറിയാതെ പരിഭ്രാന്തിയോടെ എല്ലാവരും നെട്ടോട്ടമോടുകയായിരുന്നു. ഗ്രിഗറിയുടെ അഭാവം പോലും ആരും ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് ഗ്രിഗറി പുറത്തേക്ക് ഇറങ്ങിയിട്ട് 3 മണിക്കൂറിന് ശേഷം കഴുത്തിൽ ചുറ്റിക്കെട്ടിയ എൻ്റെ തൂവാലയും കൊണ്ട് ലാസി വീട്ടിൽ തിരിച്ചെത്തുന്നത്. എല്ലാവർക്കും അവളെ കണ്ട് കാര്യം മനസ്സിലായി. കൃഷിക്കളത്തിൽ എല്ലാവരും തന്നെ പുതപ്പുകളും കമ്പിളികളും ബ്രാൻഡിയും കയ്യിൽ കിട്ടാവുന്നതെല്ലാം എടുത്ത് അവളെ പിന്തുടർന്നു. ലാസി കാണിച്ചു കൊടുത്ത പാറയ്ക്ക് കീഴെ തണുത്തുറഞ്ഞ ഉറക്കത്തിൽ ആണ്ടുകിടക്കുകയായിരുന്നെങ്കിലും എനിക്ക് ജീവനുണ്ടായിരുന്നു. സഹോദരൻ്റെ കമ്പിളി പുതപ്പ് കൊണ്ട് എൻ്റെ ഉടൽ മൂടപ്പെട്ടിരുന്നു. ആട്ടിടയൻ്റെ കട്ടിയുള്ള മേലങ്കി കൊണ്ട് ശ്രദ്ധാപൂർവം അവൻ എൻ്റെ കാലുകൾ പൊതിഞ്ഞിരുന്നു. ഉൾക്കുപ്പായി മാത്രം ധരിച്ച അവൻ്റെ കൈ എന്നെ മുറുകെ പുണർന്നിരുന്നു. ജീവിതത്തിൽ ചിരിച്ചിട്ടേയില്ലാത്ത അവൻ്റെ നിശ്ചലമായ തണുത്തുറഞ്ഞ മുഖത്ത് ശാന്തമായൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. അച്ഛനില്ലാത്ത ആ കുട്ടിയുടെ നേർക്ക് കാട്ടിയ ഹൃദയകാഠിന്യത്തിന് ദൈവം എന്നോട് പോർക്കട്ടെ എന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ അന്ത്യവാക്കുകൾ. അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾക്ക് അദ്ദേഹം എഴുതിയൊരു കുറിപ്പ് കിട്ടി. അച്ഛന് അമ്മയോടുണ്ടായിരുന്ന തീവ്രമായ പ്രണയം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ കുറ്റബോധത്തിൻ്റെ ആഴം മറ്റെന്തിനേക്കാളും അടയാളപ്പെടുത്തിയത് ആ കുറിപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പാവം ഗ്രിഗറിയെ എൻ്റെ അമ്മയോട് തടക്കിയ കുഴിമാടത്തിൽ തന്നെയും അടക്കണമെന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. 2 സഹോദരന്മാർ എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.